ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതു ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2024 ഒന്ന് റിവൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ 2024 എന്നുള്ള വർഷം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 2024 തുടങ്ങിയപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയൊരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ വർഷം അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അതിൽ ഭയങ്കര കുറവ് കാര്യങ്ങൾ മാത്രമാണ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു മെയിൻ ഞാൻ എഴുതിയിട്ടുള്ളതിൽ ഒരു കാര്യമാണ്, ഞാൻ എന്നും ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. അത് നമ്മുടെ യൂട്യൂബിനെ കുറിച്ച്. യൂട്യൂബ് ഇത്ര കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും മോണിറ്റൈസ്ഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് മോണിറ്റൈസിന് തൊട്ടടുത്തെത്തിയിട്ട് അത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറേ സന്ദർഭങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ കുറേ വിഷമങ്ങൾ, അതൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ കുറേ വിഷമങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കുറേ അധികം ബുദ്ധിമുട്ടിയിട്ടുള്ള വർഷമായിരുന്നു ഇത്. പിന്നെ കുറേ സങ്കടങ്ങൾ ഒക്കെ ഉണ്ട്, എല്ലാവരുടെ ലൈഫിലും ഉണ്ടല്ലോ. സന്തോഷം ഉണ്ടെങ്കിൽ സങ്കടം ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സന്തോഷമുള്ള മൊമെൻറ്റ്സ് മാത്രമാണ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വിഷമം വരുമ്പോഴൊന്നും വീഡിയോ ചെയ്യാറില്ല, സന്തോഷം വരുമ്പോൾ മാത്രമാണ്. അത് മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും, മിക്ക കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും. ചെറിയ യൂട്യൂബേഴ്സ് ആയാലും വലിയ യൂട്യൂബർ ആയാലും ആരായാലും നമ്മൾ പൊതുവെ അങ്ങനെയാണല്ലോ. നമ്മൾ വിഷമങ്ങൾ നമ്മുടെ വീട്ടിലല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മുടെ സന്തോഷങ്ങൾ മാത്രമാണ് പുറത്ത് കാണിക്കുന്നത്, അല്ലേ? അത് മനുഷ്യരാകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്. വിഷമങ്ങളുള്ളപ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാറില്ല, സന്തോഷമുള്ളപ്പോൾ മാത്രമാണ് വീഡിയോസ് എടുക്കാറുള്ളത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എപ്പോഴും ഇരിക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. എല്ലാവരുടെ പോലെയും സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, കരയും, ചിരിക്കും. അതൊക്കെ നമ്മൾ സാധാരണ എല്ലാവരെ പോലെ തന്നെ നമ്മൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വർഷം 2024 കുറേ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അപ്ഡേറ്റ്സൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. 2025 അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നാളൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയതാണ്. പിന്നെ ഞാൻ 2024 ശരിക്കും പറഞ്ഞാൽ പഠിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ആണ്. ഒരു മനുഷ്യന് ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ സാധിക്കും. നമുക്കത് ആരോഗ്യം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാൻ ശരിക്കും മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മുടെ കൂടെ വരും. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നേടാൻ പറ്റും, നമുക്കെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് ആഗ്രഹിക്കുന്നിടത്തൊക്കെ നമുക്കൊരു പരിധി വരെയെങ്കിലും എത്തിച്ചേരാൻ സാധിക്കും. അത് നമുക്ക് ആരോഗ്യം വേണം, പിന്നെ നമുക്ക് പൈസ വേണം. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം എങ്കിൽ നമുക്ക് പൈസ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കുള്ള കഴിവുകൾ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വളരെ നമ്മൾ എവിടെയാണ് എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് അവിടെ നമുക്ക് കുറച്ച് വേഗത്തിലെത്താൻ സാധിക്കും. അത് ശരിക്കും മനസ്സിലാക്കി നമ്മൾ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് എനിക്ക് ഈ വർഷം ശരിക്കും മനസ്സിലായി കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്ക് ഹെൽത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാൻ ഈ വർഷം കുറേ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഞാൻ കുറേ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുള്ള വർഷമായിരുന്നു. പക്ഷേ എങ്കിലും ദൈവം സഹായിച്ച് കുറച്ച് ശരിയായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറേ നാൾ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് എനിക്ക് വീഡിയോസൊക്കെ ഇടാൻ പറ്റുന്നുണ്ട്. എങ്കിലും എന്താ പറയുക, പണ്ടത്തെ പോലെ ഒരു എനർജറ്റിക് ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി 2025 ശരിയായി പഴയതുപോലെ ഹാപ്പി ആയിട്ട് വീണ്ടും നല്ല കോണ്ടൻസൊക്കെ ആയിട്ട് എനിക്ക് വരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 2024 കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി 2025 പുതിയ ടു ഡു ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ഒന്നൊന്നായിട്ടൊന്ന് അച്ചീവ് ചെയ്ത് പോവാം. അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ, അല്ലേ? നമ്മൾ 2024 കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനി കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരുടെ ലൈഫിലും അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞാനുൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. എനിക്ക് മനസ്സിലായത്, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ. പക്ഷേ എങ്കിൽ ഈ വർഷം എനിക്ക് മനസ്സിലാക്കിയ ഹാർഡ് വർക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്കൊന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു 101% എങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഭയങ്കര ഈസി ആയിട്ടൊന്നും ലോകത്തിൽ ഒരു കാര്യവും നമുക്ക് ഈസി ആയിട്ട് നേടാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവർക്കും 2025 അടിപൊളി വർഷമാവട്ടെ. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോ എന്ന് അപ്ലോഡ് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ ന്യൂ ഇയറിന് ശേഷം ആണെങ്കിൽ എന്തായാലും ജനുവരി ഫസ്റ്റ് വീക്കിന് മുന്നേ ഞാനത് അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ സൂവിൽ പോയി ഡിസംബർ 26 നമ്മൾ സൂവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നടുത്ത വീഡിയോ ആണ്, ഞാൻ ഇതിന് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ വേറൊരു വോയിസ് കൊടുത്തിട്ട് ആ കാഴ്ചകളൊക്കെ തന്നെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ 2024 അവസാനിച്ചു, അതിനൊന്ന് റിമൈൻഡ് അങ്ങനത്തെ ഒരു വീഡിയോ എനിക്കൊന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒന്നും കൂടെ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് പറയുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ, അടിപൊളി ആവട്ടെ 2025. ഓക്കെ, എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുക. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഇനി മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. ചിലപ്പോൾ ന്യൂ ഇയറിന് ശേഷം ആയിരിക്കും, അല്ലെങ്കിൽ അതിന് മുന്നേ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.